ഗുണ്ട മണൽ മാഫിയ ബന്ധത്തിൽ കൂടുതൽ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകുന്നു എന്നതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതിൽ ഏറ്റവും സവിശേഷമായ കാര്യം ഒരു സ്റ്റേഷനിലെ 30 പേർക്ക് എതിരെ നടപടി വരുന്നു എന്നതാണ്. അത് തിരുവനന്തപുരം മംഗലപുരം സ്റ്റേഷനിലെ 30 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി വരുന്നത്. അതിൽ 6 പേർക്ക് സസ്പെൻഷനും 24 പേർക്ക് സ്ഥലം മാറ്റ നടപടികളുമായിരുന്നു നേരിടേണ്ടി വരുന്നത്. വി വിനോദ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനോദ്, ഇത്രയും കടുത്ത നടപടി ഒരു സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാകുന്നത് ഒരു അസാധാരണ സാഹചര്യം തന്നെയാണ്. ഈ നടപടികളിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ്? ഈ സ്ഥലം മാറ്റം അല്ലാതെ കടുത്ത നടപടി, സസ്പെൻഷൻ നേരിട്ട ഉദ്യോഗസ്ഥർ അവരുടെ തെറ്റ്, അവരുടെ ഇടപെടലിലെ തെറ്റ് എങ്ങനെയാണ് വ്യക്തമാകുന്നത്? മംഗലപുരം പോലീസ് സ്റ്റേഷനിലെ സൂപ്പർ ഒഴികെ മറ്റ് മുഴുവൻ ജീവനക്കാരെയും അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്യുകയോ സ്ഥലം മാറ്റുകയോ ചെയ്തിരിക്കുന്നു. 30 പേരാണ് ആകെ സ്റ്റേഷനിൽ 30 പേരാണുള്ളത്. ഈ 30 പേർക്കെതിരെയും നടപടിയെടുത്തിരിക്കുന്നു. 6 പേരെയാണ് സസ്പെൻഡ് ചെയ്തത്. നേരത്തെ SHOയെ നേരത്തെ തന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ ഗുണ്ടാ ബന്ധത്തിന്റെ പേരിലാണ് SHOയെ സസ്പെൻഡ് ചെയ്തത്. ഇതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രിയോടുകൂടി 5 പേരെ കൂടി സസ്പെൻഡ് ചെയ്തത്. ഗോപകുമാർ, അനൂപ് കുമാർ, ജയൻ കുമാർ, സുധികുമാർ എന്നിവരെ സസ്പെൻഡ് ചെയ്തു. മറ്റുള്ളവരെ പൂർണ്ണമായും ഈ സ്റ്റേഷനിലെ മുഴുവൻ ആളുകൾക്കും ഏതെങ്കിലും തരത്തിൽ മണൽ ഗുണ്ടാ മാഫിയ ബന്ധമുണ്ട്. ഒരു അധോലോക കേന്ദ്രമായി ഈ മംഗലപുരം സ്റ്റേഷൻ പ്രവർത്തിച്ചു എന്ന് തന്നെ മനസ്സിലാക്കണം. കാരണം സാറ്റലൈറ്റ് നഗരമായി കഴക്കൂട്ടം വളർന്നതോടുകൂടി കഴക്കൂട്ടത്ത് ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഫ്ളാറ്റുകളുടെയും വാണിജ്യ സ്ഥാപനങ്ങളുടെയും ഒക്കെയും നിർമ്മാണം നടക്കുന്നുണ്ട്. വലിയ ആഡംബര വീടുകൾ ആ ഭാഗത്ത് വരുന്നുണ്ട്. ഇവിടേക്കൊക്കെയും നിർമ്മാണ സാമഗ്രികൾ എത്തിക്കുന്നത്, പ്രത്യേകിച്ച് മണ്ണും കല്ലും പാറയും എത്തിക്കുന്നത് തങ്ങൾ വഴിയാകണമെന്ന് ഈ ഗുണ്ടാ സംഘങ്ങൾ ആഗ്രഹിക്കുകയും ഇതിന്റെ പേരിലാണ് ഇവർ തമ്മിലുള്ള ചേരിപ്പോര് നടക്കുന്നത്. കാര്യമായ പണിയൊന്നുമില്ലാതെ വലിയ തോതിൽ പണം സമ്പാദിക്കാൻ കഴിയുന്ന ഒരു രംഗമാണ്. അവിടെയാണ് ഗുണ്ടകളെ പോലീസുകാർ തന്നെ വളർത്തുന്നത്. ഇവർ ഇട്ടുകൊടുക്കുന്ന എച്ചിൽ കഷ്ണം അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ഈ അവിഹിതമായി കൊടുക്കുന്ന ഈ പണം, അതിനുവേണ്ടി ഈ കാക്കി ധരിച്ച പോലീസുകാർ ഗുണ്ടകളുടെ തോളിൽ കൈയിടുന്ന ഏറ്റവും ഏത് തരത്തിൽ നമുക്കത് പറയണമെന്ന് പറയില്ല. കാരണം നിയമം സംരക്ഷിക്കേണ്ട, നിയമപാലനം നടത്തേണ്ട, സാധാരണക്കാരന് നീതി ഉറപ്പാക്കേണ്ട ഉദ്യോഗസ്ഥരാണ്. ഒരു സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാരും ഈ തരത്തിൽ ഗുണ്ടകളുമായി സൗഹൃദം പങ്കുവയ്ക്കുക, ഇവരുമായി ഉല്ലാസയാത്ര പോവുക, ഒരുമിച്ചിരുന്ന് മദ്യപിക്കുക, ഈ തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ പോലീസിന് നേരെ തന്നെ ഗുണ്ടകളുടെ ആക്രമണം, അതായത് ചേരിതിരിഞ്ഞുള്ള തർക്കങ്ങളുണ്ട്. പോലീസിന് നേരെ ഷഫീഖ് എന്ന ഗുണ്ട 2 തവണ ബോംബെറിയുന്ന നിലയുണ്ടായി. പിന്നീട് ഈ ഗുണ്ട ആരനാട് ഒളിവിൽ കഴിയുകയും മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലെ ആളുടെ സഹോദരൻ, ആ വീട്ടുടമയാണ്, അവിടെ നിർമ്മാണം നടക്കുന്ന ഒരു വീടായിരുന്നു, ആ വ്യക്തി ആ വീട്ടിൽ രാവിലെ ഈ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചെന്നപ്പോൾ അദ്ദേഹത്തെ തലക്കടിക്കുകയും അദ്ദേഹത്തെ ആ വീട്ടിന്റെ വളപ്പിൽ തന്നെയുള്ള കിണറ്റിലിടുകയും ചെയ്തു ഈ ഗുണ്ട. അതിനുശേഷം ഇവർ 2 പേരെയും പിടികൂടി. തുടർന്നാണ് ഈ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും ഉൾപ്പെടെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഭാഗത്തും ഗുരുതരമായ വീഴ്ചയുണ്ട്. ഈ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥരും ഇങ്ങനെ ഗുണ്ടാ ബന്ധം പുലർത്തിയിരുന്നു എന്ന ആരോപണമാണ്. റൂറൽ SP ശില്പയുടെ നടപടിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. പോലീസുകാരെ സസ്പെൻഡ് ചെയ്തുള്ള നടപടി. നേരത്തെ SHO നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ SHOയെ സസ്പെൻഡ് ചെയ്തിരുന്നു. DYSPമാർ, ഇത് ഈ മംഗലപുരം സ്റ്റേഷന് പുറമെ 2 DYSPമാർ ഉൾപ്പെടെയുള്ളവർ സസ്പെൻഷനിലായിരുന്നു. 7 പേരാണ് അങ്ങനെ സസ്പെൻഷനിലായത്. 3 പേരെ സർവീസിൽ നിന്ന് സിറ്റി പോലീസ് കമ്മീഷണർ കഴിഞ്ഞ ദിവസം പിരിച്ചുവിട്ടിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടിയാണ് ഈ സസ്പെൻഷൻ പിരിച്ചുവിട്ടുള്ള ഓർഡർ പുറത്തിറങ്ങിയത്. ലൈംഗിക അതിക്രമ കേസിലും ലൈംഗിക കേസിൽ പ്രതിയായ പോലീസുകാരനെ രക്ഷിക്കാൻ ശ്രമിച്ച സംഭവങ്ങളിലുമായാണ് ഇങ്ങനെ 3 പോലീസുകാർ പിരിച്ചുവിടപ്പെട്ടത്. ഇവർക്ക് എതിരെ ഇനി അവർ കോടതി നടപടികൾ പൂർത്തിയാക്കി മാത്രമേ തിരികെ എത്താൻ, അതായത് നിയമപരമായ ആനുകൂല്യം നേടി മാത്രമേ, ഒരുപക്ഷെ അവർക്ക് മറ്റൊരു സാധ്യതയുമില്ല. തിരികെ വരണമെങ്കിൽ കോടതിയിൽ പോവുകയും കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിക്കുകയും വേണം. കേരള പോലീസിന്റെ ആക്ടിൽ മാറ്റം വരുത്തിയാണ്. കാരണം നിലവിലുള്ള കേസുകളിൽ വിധി വരുന്നതുവരെ കാത്തു നിൽക്കാതെ പോലീസ് ആസ്ഥാനത്തിന് അല്ലെങ്കിൽ പോലീസ് സംവിധാനത്തിന് തന്നെ കുഴപ്പക്കാരായ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാനുള്ള തരത്തിലേക്ക് നിയമത്തിൽ മാറ്റം വരുത്തിയാണ് ഇത്തരത്തിൽ ഊർജിതമായ നടപടികൾ സ്വീകരിക്കുന്നത്. തിരുവനന്തപുരത്താണ് ഇപ്പോൾ ഏറ്റവും വലിയ തോതിൽ ഗുണ്ടാശല്യമുള്ളത്. പഴയ നടപടികൾ ഉണ്ടാകുന്നു എന്നത് വിനോദ് സൂചിപ്പിച്ചതുപോലെ ഒരു വസ്തുതയാണ്. ഭരണസിരാ കേന്ദ്രം, അതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് കൂടുതൽ ശ്രദ്ധേയമായ ഇടവുമാണ്. അവിടെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അത് സ്ഥിരമാകുന്നു. ഗുണ്ടകളുമായുള്ള ആ ബന്ധമൊക്കെ അത് സംബന്ധിച്ചുള്ള വാർത്തകൾ വരുന്നു. അത് സർക്കാരിനെ പോലും പ്രതിരോധത്തിലാക്കുന്ന ഒരു തലത്തിലേക്ക് എത്തുമ്പോൾ കൃത്യമായ നടപടികൾ അതിലുണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വിനോദ്, നമ്മൾ കഴിഞ്ഞ കുറേ കാലമായി, അല്ലെങ്കിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെയും രണ്ടാം പിണറായി സർക്കാരിൻ്റെയും കാലം എടുത്താൽ അതിൽ സർക്കാർ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലായിരുന്നത് പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് എന്ന് നമുക്ക് കാണാം.
അവിടെ ഇപ്പോൾ പോലീസിലെ കുറ്റക്കാർക്കെതിരെ, മോശം സ്വഭാവക്കാർക്കെതിരെ, ഗുണ്ട മണൽ മാഫിയ സംഘങ്ങളുമായി ബന്ധമുള്ളവർക്കെതിരെ നടപടി വരുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു തിരുത്തൽ നടപടിയാണ്. അതൊരു നല്ല സന്ദേശം നൽകുന്ന നടപടിയാണ്. അത് സംസ്ഥാനത്തുടനീളം തന്നെ പോലീസ് സേനയെ കൂടുതൽ ശക്തമാക്കാനും അതിലെ പുഴുക്കുത്തുകളെ തിരിച്ചറിയാനും അവർക്കെതിരെ നടപടിയെടുക്കാനും ഉള്ള ആത്മാർത്ഥമായ ഒരു ശ്രമമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ? അതാണോ ഈ തുടർച്ചയായി? ഇതിനൊരു തുടർച്ചയുണ്ട്, ഈ നടപടികൾക്കൊരു തുടർച്ചയുണ്ട്, അത് തുടർന്നും ഉണ്ടാകും എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിൽ കാര്യങ്ങൾ കുത്തഴിഞ്ഞ ഒരു നിലയുണ്ടായിരുന്നു. മുഖ്യമന്ത്രി തന്നെയാണ് ഈ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നെങ്കിലും എന്തുകൊണ്ട് അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കാരണം നേരത്തെ ഒരു ഘട്ടം വരെ പോലീസ് മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കുകയും അവർ അവരുടേതായ രീതിയിൽ സമാന്തര പ്രവർത്തനങ്ങൾ നടത്തുകയും ഈ ഗുണ്ട മാഫിയ റിയൽ എസ്റ്റേറ്റ് സംഘങ്ങളുമായി വലിയ സൗഹൃദം, അതായത് ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഇവരുമായി പാർട്ണർഷിപ്പ് എന്ന നിലയ്ക്ക് പൈസ കൊടുക്കുകയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇടപാടുകളിലേക്ക് നിക്ഷേപം നടത്തുകയും ഇതിന്റെ ലാഭം എടുക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ തിരുവനന്തപുരത്ത് മാത്രമല്ല പല ജില്ലകളിലുണ്ട്. പക്ഷേ അതൊക്കെയും കുറെ കാലം ആരും ഒന്നും ചെയ്യാതെ അങ്ങനെ തന്നെ നടന്നു പോവുകയായിരുന്നു. അതിനാണ് ഇപ്പോൾ ഒരു കടിഞ്ഞാൺ വന്നിരിക്കുന്നത്. രേണുക സൂചിപ്പിച്ചതുപോലെ തുടർച്ചയായുള്ള നടപടികൾ ഉണ്ടാകുന്നു, ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുന്നു, ഡിവൈഎസ്പിമാർ ഉൾപ്പെടെ സസ്പെൻഷനിൽ പോകുന്ന നിലയുണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല ഇന്റലിജൻസ് ഇപ്പോൾ മനസ്സിലാക്കുന്ന തിരുവനന്തപുരത്ത് ഒരു കുപ്രസിദ്ധനായ ആധാരമെഴുത്ത് ആളുണ്ട്. അദ്ദേഹം ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായി ബന്ധപ്പെട്ട നെക്സസിന്റെ ഒരു ഭാഗമാണ്. അദ്ദേഹം വ്യാജ പ്രമാണങ്ങൾ ഉൾപ്പെടെ എഴുതി തട്ടിയെടുത്ത സംഭവങ്ങളുണ്ട്. ഇതേക്കുറിച്ചൊക്കെയും അന്വേഷണം വരികയാണ്. ഇതിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഈ റിയൽ എസ്റ്റേറ്റ് സംഘങ്ങളും ഒക്കെയും ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ഭൂമിയുടെ ആൾക്കാരെ, പാവപ്പെട്ട ആൾക്കാരെ ഗുണ്ടാ സംഘങ്ങൾ ഭീഷണിപ്പെടുത്തുന്നു. അതുവഴി നടന്നില്ലെങ്കിൽ പോലീസിന്റെ വഴിക്ക് ഭീഷണിപ്പെടുത്തുന്നു. ഇങ്ങനെ ചുളുവിലയ്ക്കോ അല്ലെങ്കിൽ വിൽക്കാതെ കിടക്കുന്ന ഭൂമിയോ അവർക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ അവരെ കൊണ്ട് നിർബന്ധിച്ച് ഇത്തരത്തിലുള്ള ഭൂമി ഇടപാടുകളിലേക്ക് കാര്യങ്ങൾ പോയ സംഭവങ്ങൾ ഒട്ടനവധിയുണ്ട്. ഇത് റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ വലിയൊരു വിളയാട്ടമായിരുന്നു. അവിടെയാണ് ഇപ്പോൾ ഒരു നിയന്ത്രണം വരുന്നത്, ഒരു കടിഞ്ഞാൺ വരുന്നത്. ഉന്നത ഉദ്യോഗസ്ഥർ ഇതിൽ കൃത്യമായി ഇടപെടുന്നുണ്ട്. പക്ഷേ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഗുണ്ടകൾ തിരിച്ച് വീണ്ടും തലസ്ഥാനത്ത് തലപൊക്കിയ സാഹചര്യമുണ്ട്. ഇപ്പോഴും ഓംപ്രകാശും പുത്തമ്പലം രാജേഷും എവിടെയെന്നറിയില്ല, ഇവർക്കൊപ്പമുള്ള ഗുണ്ടകൾ എവിടെയെന്നറിയില്ല. ചെന്നൈയിലും അതോടൊപ്പം തന്നെ കൊടൈക്കനാലും ഡൽഹിയിലുമായി അന്വേഷണ സംഘങ്ങൾ പോയിട്ടുണ്ട്. അവിടെ തിരച്ചിൽ നടക്കുകയാണ്. ഗുണ്ടകളെ അമർച്ച ചെയ്യുമെന്ന് പോലീസ് ഉറപ്പിച്ചു പറയുന്നു. കീഴടങ്ങാനുള്ള ഒരു സന്നദ്ധ അഭിഭാഷകർ വഴി ഈ ഗുണ്ടകൾ മുന്നോട്ട് വെച്ചെങ്കിലും അങ്ങനെ വേണ്ട, ഇവരെ പിടികൂടുക തന്നെ ചെയ്യാം എന്ന നിലയ്ക്കാണ് സിറ്റി പോലീസ് ഇപ്പോൾ നിലപാടെടുത്തിട്ടുള്ളത്. ഏതായിരുന്നാലും കൂടുതൽ കർശനമായ നടപടി പോലീസ് ആസ്ഥാനത്ത് നിന്നുണ്ടാകുന്നു. ഈ സംഭവങ്ങൾക്ക് പുറമെ നമുക്ക് പറയാൻ കഴിയുന്നൊരു കാര്യം, 58 പേരുടെ പട്ടിക കൂടി പോലീസ് ആസ്ഥാനത്ത് തയ്യാറാക്കിയിട്ടുണ്ട്. അത് സംസ്ഥാന തലത്തിലാണ്. PR സുനുവിനെ പിരിച്ചുവിട്ട് ഒന്നാമത്തെ പേരുകാരനായി PR സുനു പുറത്തേക്ക് പോയി. അടുത്ത് ജേസണിന്റെ പേരിലെ ഫയലുകളാണ് പരിശോധിക്കുന്നത്. ഇതിന് പിന്നാലെ മറ്റ് 3-4 പേരുടെ പേരുകൾ കൂടി, അവരുടെ ഫയലുകൾ കൂടി പരിഗണനയിലുണ്ട്. 58 പേരാണുള്ളത്. 1.5 വർഷത്തിനുള്ളിലെങ്കിലും ഈ നടപടി പൂർത്തിയാക്കുക, അതായത് കുഴപ്പക്കാരായ പോലീസുകാരെ മുഴുവൻ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക എന്ന നിലയ്ക്കാണ് ഇപ്പോൾ പോലീസ് ആസ്ഥാനത്തിന്റെ നടപടികൾ മുന്നോട്ട് പോകുന്നത്. അതിന് ആവശ്യമായ നിർദ്ദേശമാണ് ആഭ്യന്തര വകുപ്പ് നൽകിയിട്ടുമുള്ളത്. രേണുക. ശരി, വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ലഹരി മാഫിയയുടെ വിവരം പോലീസിനെ അറിയിപ്പിച്ചു. പോലീസ് അത് ചോർത്തി ലഹരി മാഫിയെ തന്നെ അറിയിക്കുന്നു. അവരുടെ അക്രമം നേരിടേണ്ടി വന്ന അമ്മയുടെയും കുട്ടിയുടെയും വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അത്തരത്തിലൊക്കെയുള്ള പ്രവൃത്തി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഇതൊരു സന്ദേശമായിരിക്കണം. അവർക്കെതിരെ നടപടി ഉണ്ടായിരിക്കണം. ഇനി അത്തരം പ്രവൃത്തികളിലേക്ക് കടക്കുമ്പോൾ ഇക്കാര്യങ്ങൾ ഓർമ്മ വേണം. ജോലി കാണില്ല, പണി കാണില്ല എന്ന ഓർമ്മ ഓരോ ഉദ്യോഗസ്ഥനും ഉണ്ടാകണം. അതിനുള്ള ശക്തമായ നടപടികളാകട്ടെ, ഇതിന് തുടർച്ചയുണ്ടാകട്ടെ, ഇതൊരു നല്ല സന്ദേശം നൽകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.